പ്രിയങ്കരെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം മുസ്തഫിസുർ റഹ്മാൻ IPL കളിക്കാൻ വരുന്നതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നതായ റിപ്പോർട്ടുകൾ വരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലില്ല. മുസ്തഫിസുർ റഹ്മാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 9.2 കോടി രൂപക്കാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. എന്താണ് ഇപ്പോൾ മുസ്തഫിസുർ റഹ്മാനെതിരെ പ്രതിഷേധം ഉണ്ടാവാനുള്ള പെട്ടെന്നുണ്ടാകുന്ന കാരണം? തുഫയിലെ ഈ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര തലത്തിലുണ്ടായ അകൽച്ചയാണ് വാസ്തവത്തില് ഈ ഒരു വിവാദം ഇപ്പോ ഉയർന്നു വരാനുള്ള പ്രധാന കാരണം. നമുക്കറിയാം, പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങളുടെ പേരിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ നമ്മൾ IPL-ൽ നിന്ന് നിസ്സഹകരണം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ താരങ്ങളെ IPL താരലേലത്തിൽ പങ്കെടുക്കാൻ നമ്മൾ അനുവദിക്കാറില്ല. പാകിസ്ഥാൻ താരങ്ങളെ ഒരു ടീമും ലേലത്തിൽ വിളിക്കാറുമില്ല. ലേലത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ അവർ ഓരോ ടീമുകളിൽ വരാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയന്ത്രണമോ അങ്ങനെ പ്രശ്നങ്ങളോ ഇതുവരെ ഇല്ല. അപ്പോ ബംഗ്ലാദേശിന്റെ നിരവധി താരങ്ങൾ ഈ IPL-ൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഡിസംബർ 16-ാം തീയതി അബുദാബിയിൽ നടന്ന താരലേലത്തിൽ നിരവധി ബംഗ്ലാദേശ് താരങ്ങൾ അവരെ പേര് കൊടുത്തിരുന്നു. പക്ഷെ അതിൽ മുസ്താഫിസുർ റഹ്മാനെ മാത്രമാണ് ടീമുകൾ ലേലത്തിൽ വിളിച്ചത്. അതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 9.20 കോടി രൂപയ്ക്ക്, ഒരു ബംഗ്ലാദേശ് താരത്തെ സംബന്ധിച്ച് 9.20 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭീമമായ തുകയാണ്. ഇത്രയും വലിയ തുക കൊടുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ ടീമിൽ എത്തിച്ചു. അപ്പൊ കൊൽക്കത്തയ്ക്ക് മുസ്താഫിസുർ റഹ്മാനെ ടീമിൽ എത്തിക്കുക വളരെ അത്യാവശ്യമായിരുന്നു. കാരണം അവർക്ക് മിച്ചൽ സ്റ്റാർക്ക് ടീമിലില്ല. അപ്പോൾ ഡെത്ത് ഓവർ എറിയാനായിട്ട് ഇടംകയ്യൻ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവര് രണ്ടുപേരെയാണ് നോട്ടമിട്ടിരുന്നത്. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചുകൊണ്ടിരുന്ന ശ്രീലങ്കൻ താരം മഹിഷ പതിരണ, അതേപോലെ മുസ്താഫിസുർ റഹ്മാൻ. പക്ഷെ കൊൽക്കത്തയുടെ ഭാഗ്യവശാൽ ഈ രണ്ടുപേരും ഇപ്പൊ നിലവിൽ കൊൽക്കത്ത ടീമിലുണ്ട്. അതിൽ പതിരണയ്ക്കാണ് 18 കോടി രൂപ മുടക്കിയാണ് പതിരണയെ അവർ ടീമിൽ എത്തിച്ചത്. മുസ്താഫിസുർ റഹ്മാനും 9.20 കോടി അവർ ചെലവാക്കി. അപ്പോ മിച്ചൽ സ്റ്റാർക്ക് ഒഴിച്ചിട്ട ഒരു റോളിലേക്ക് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാള് പ്ലേയിങ് ഉണ്ടാകും എന്നുള്ളത്, ചിലപ്പോൾ രണ്ടുപേരും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. ഈ മുസ്താഫിസുർ റഹ്മാൻ നിലവിൽ ബംഗ്ലാദേശ് ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ IPL മത്സരങ്ങൾക്കിടയിൽ, IPL വരുന്ന മാർച്ച് 26 മുതൽ മെയ് 31 വരെയാണ്. അപ്പൊ അതിനിടയിൽ ഒരു ബ്രേക്ക് മുസ്താഫിസുർ റഹ്മാന് വേണ്ടി വരും. കാരണം ന്യൂസിലാൻഡിന്റെ ഏകദിന 2020 പരമ്പര ബംഗ്ലാദേശിനെതിരെ ഈ സമയത്ത് നടക്കുന്നില്ല. അപ്പോ ഏപ്രിൽ 16 മുതൽ 23 വരെ അദ്ദേഹം IPL-ൽ നിന്ന് വിട്ടുനിൽക്കും. ബംഗ്ലാദേശ് നിലവിൽ T20-യിൽ മാത്രമാണ് മുസ്താഫിസുർ റഹ്മാൻ കളിക്കുന്നത്. അപ്പോ ന്യൂസിലാൻഡിനെതിരെയുള്ള T20 മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്താഫിസുർ ഈ സമയത്ത് IPL-ൽ ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ വന്ന വാർത്തകൾ. പക്ഷെ ഇപ്പോ പുതിയ വാർത്തകൾ പ്രകാരം മുസ്താഫിസുർ റഹ്മാൻ ഈ സീസൺ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മയോ അല്ലെങ്കിൽ പരിക്കോ കൊണ്ടല്ല, ചില നയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ ബംഗ്ലാദേശ് ഇന്ത്യ നയതന്ത്ര പ്രശ്നം നിലനിൽക്കെ, അല്ലെങ്കിൽ അവിടെ വലിയ ഹിന്ദുത്വ വിരുദ്ധ കലാപങ്ങൾ നടക്കെ, ഇന്ത്യയില് തീവ്ര ഹിന്ദു നിലപാടുള്ള പലരും ഈ മുസ്താഫിസുർ റഹ്മാൻ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിക്കാൻ വന്നാൽ ഞങ്ങൾ അത് പ്രശ്നം ഉണ്ടാക്കും, വേദി കയ്യേറും, സ്റ്റേഡിയം കയ്യേറും എന്ന തരത്തിലൊക്കെ ചില പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് നടത്തിയിരിക്കുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലെ, അവിടുത്തെ റിൻ മുക്തേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലെ മുഖ്യ താന്ത്രികൻ മഹാവീർനാഥ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോ പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ പിന്തുണച്ച് പല തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കൂടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഒക്കെ വ്യാപകമായ രീതിയിലാണ് ഈ മുസ്താഫിസുർ റഹ്മാനെതിരെ അധിക്ഷേപ കമന്റുകൾ വരുന്നത്. ഷെയ്മോൺ കൊൽക്കത്ത എന്ന ഒരു ഹാഷ്ടാഗ് പോലും ഇപ്പോ ട്രെൻഡിങ് ആണ്. അപ്പോ ഈ മുസ്താഫിസുർ റഹ്മാനെ ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ തെറ്റ്, ഏറ്റവും വലിയ തെറ്റ് BCCIയുടെ ഭാഗത്തു നിന്നാണ്. കാര്യം ഇത്തരത്തിലുള്ള ബംഗ്ലാദേശ് താരങ്ങളെ ലേലത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്തിനു അനുവദിച്ചു എന്നാണ് ചോദ്യം. അപ്പോ മുസ്താഫിസുർ റഹ്മാൻ ടീമിൽ കളിക്കുന്ന പക്ഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മത്സരങ്ങളിൽ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീസണിൽ ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് മുസ്താഫിസുർ റഹ്മാനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ അത് കൊൽക്കത്തയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ്. കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ്.
ഈഡൻ ഗാർഡൻസിൽ ഒരേ സമയം സ്പിന്നർമാരെയും പേസ് ബോളർമാരെയും തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. പ്രത്യേകിച്ചും ഇടംകയ്യൻ പേസ് ബോളർമാർക്ക് ഡെത്ത് ഓവറിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. കാര്യം വേരിയേഷൻ ഉള്ള ബോളുകൾ എറിയുന്ന ഫാസ്റ്റ് ബോളർമാരെ അതിരേറ്റ് തുണയ്ക്കുന്നതാണ് ഈഡൻ ഗാർഡൻസിലെ സാഹചര്യം. അപ്പോൾ മുസ്താഫിസുർ റഹ്മാന് ഈഡൻ ഗാർഡൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡ് IPL റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 60 മത്സരങ്ങളിൽ നിന്ന് 65 വിക്കറ്റ്, അത് എക്കണോമി എന്ന് പറയുന്നത് 8.13. അപ്പൊ മികച്ച ഒരു പ്രകടനം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് മുസ്താഫിസുർ റഹ്മാൻ. അദ്ദേഹത്തിന് ഈ ഡെത്ത് ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താനും റൺ ഒഴുക്ക് പിടിച്ചു നിർത്താനുമുള്ള സവിശേഷമായ വൈഭവം ഉള്ള ആൾ കൂടിയാണ്. അപ്പോ കൊൽക്കത്തയെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ മുസ്താഫിസുർ റഹ്മാനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ IPL ഈ സീസണിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പക്ഷെ സുരക്ഷ മുൻനിർത്തി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ തീരുമാനിച്ചാലും നമുക്കതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇതിനെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി, ഇതിനെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഏതായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. മുസ്താഫിസുർ റഹ്മാൻ കളിക്കുന്നത് സംബന്ധിച്ച് BCCയുടെ ഭാഗത്ത് നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഈ ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തുമോ ഇല്ലയോ, അത്തരം കാര്യങ്ങളിലൊന്നും BCCയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും വരുന്ന IPL സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരു യഥാർത്ഥ ചിത്രം കിട്ടും. മുസ്താഫിസുർ റഹ്മാന്റെ കാര്യത്തിൽ വലിയ ഒരു ആശങ്ക തീർച്ചയായിട്ടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒന്ന്, അദ്ദേഹം ഈ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒരു ഭാഗിക NOC ആണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അവരുടെ ദേശീയ ടീമിൽ കളിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അത് ആ NOC പിൻവലിക്കപ്പെട്ടാൽ പോലും, ഇപ്പോ സുരക്ഷാ ഭീഷണികൾ മുൻനിർത്തി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് NOC പിൻവലിച്ചാൽ പോലും മുസ്താഫിസുർ റഹ്മാന് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് IPL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമാവും. അതുവരെ കാത്തിരിക്കേണ്ടി വരും.